അല്ല നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്ത് മാത്രം ഒരു കമ്പനിയെ മാത്രമല്ല കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുള്ളത്. ആരാണോ ആ റോഡ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് അവിടുത്തെ രണ്ട് കമ്പനികൾ, ഒന്ന് കേദാർ എന്ന് പറയുന്ന അതിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി, പിന്നീട് അതിന്റെ മറ്റേ കൺസൾട്ടൻസി ആയിരുന്ന HYC എന്ന് പറയുന്ന കൺസൾട്ടൻസിനെയും, ആ റോഡ് നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന NHAIയുടെ ലീഡ് ഓഫീസറെയും, അതേപോലെ തന്നെ ആ സ്പോട്ടിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചീഫ് എഞ്ചിനീയറെയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കമ്പനികളെ ഡീബാർ ചെയ്തു. മാത്രമല്ല, ഡൽഹി IITയിലുള്ള പ്രൊഫസർ GV റാവുവിന്റെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതി നിയോഗിച്ചു. ആ വിദഗ്ധ സമിതി ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള റോഡ് നിർമ്മാണങ്ങൾ മുഴുവൻ, കേരളത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 200 മീറ്റർ സ്ഥലത്തുള്ള പ്രശ്നം പറഞ്ഞിട്ട് കേരളത്തിൽ മൊത്തം റോഡ് നിർമ്മാണം നടന്നിട്ടുള്ള ഏതാണ്ട് 600 കിലോമീറ്ററിലാണ്. പക്ഷേ ശംഖു, അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ കൊച്ചി മെട്രോയ്ക്കകത്ത് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അത് മെട്രോയിൽ കയറുന്ന എല്ലാവർക്കും ആ ഭീതി വരും. നമ്മുടെ ഈ റോഡിന് ഒരു പ്രശ്നമുണ്ട് ഇപ്പോ, ഭീതി ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ആളുകൾ വല്ലാത്ത അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നൊക്കെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ശ്രീമതി ലക്ഷ്മി, ഞാൻ പറയുന്നത് അങ്ങനത്തെ അരക്ഷിതാവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. കുറെ കൂടി ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യണം. ഇത് തീർച്ചയായും ഉത്തരവാദിത്വത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത്.